മാത്യൂസ് തൃതീയൻ ബാബ തിരുമേനി, സഭാവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വാസ്തവത്തിൽ ഒരു ചെങ്ങന്നൂർക്കാരൻ എന്നുള്ള നിലയിൽ അഭിമാന പുരസ്സരം എനിക്ക് ഉയർത്തിപ്പിടിച്ച് പറയാവുന്ന ഒരു മഹാസ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അവരെല്ലാം പറഞ്ഞ നല്ല വാക്കുകളെ ഞാനും എൻ്റേതായി സംശീകരിക്കുന്നു, എൻ്റെ അഭിപ്രായമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ടൂറിസ സാധ്യതയുള്ള മേഖല ഏതെന്ന് ചോദിച്ചാൽ, ടൂറിസത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഗവർണറായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രണ്ട് മേഖലകളാണ്. ഒന്ന് മെഡിക്കൽ ടൂറിസത്തിൻ്റെ മേഖല. എൻ്റെ സാങ്കേതിക വശത്തിലേക്ക് കടക്കാൻ സമയമില്ല. പക്ഷേ വൈദ്യ ചികിത്സാ രംഗത്ത്, ആധുനികമായ നമ്മുടെ മോഡേൺ മെഡിസിൻ രംഗത്ത് ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഒരു മേഖലയായി നമ്മുടെ ഭാരതം മാറിയിരിക്കുന്നു. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാകാൻ കാരണം നമ്മുടെ കറൻസി, അതിൻ്റെ വാല്യൂ കണക്കാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം, പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം അത് ലാഭകരമാകുന്നു. അങ്ങനെ വരുമ്പോൾ ആധുനിക ചികിത്സാ സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും, ഏതാണ്ട് എല്ലാ മേഖലകളിലും, വൈദ്യശാസ്ത്ര രംഗത്തുള്ള മേഖലകളിൽ നമ്മുടെ അനന്തമായ സാധ്യത, ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സാധിക്കണം. ഞാൻ ഗോവയിലെ ടൂറിസത്തിൻ്റെ മന്ത്രിയോട് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ മന്ത്രിയോട് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ എ ഹോസ്പിറ്റൽ വിത്ത് എ ഡിഫറൻസ് എന്നുള്ള ടൂണിലാണ് അവർ അവതരിപ്പിച്ചത്. ആ ഡിഫറൻസ് എന്തെന്ന് ചോദിച്ചാൽ, ദർ ഇസ് ഡെഡിക്കേഷൻ. നമ്മുടെ ആശുപത്രികളെല്ലാം സ്വാഭാവികമായിട്ട് ഞാൻ ആരെയും പഴിക്കുകയല്ല, അതൊരു കച്ചവട സ്ഥാപനത്തെ പോലെ അതിൽ മോക്ഷം കിട്ടണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അത് സ്ഥാപനമായി ഉയർന്ന് അതിന് നേട്ടമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർണാടകത്തിലും കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വേറെ മാർഗമില്ല. കോടാനുകോടികൾ ചെലവഴിച്ചിട്ട് അതിൽ ബില്ല് ഇടുമ്പോൾ എല്ലാം നഷ്ടത്തിലായി പോകാൻ ആരും ആഗ്രഹിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് പഴിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ ഡിഫറൻസ് ഞാനും ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, എ ഹോസ്പിറ്റൽ വിത്ത് എ ഡിഫറൻസ്. ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം ഉണ്ടെന്നുള്ള കാര്യം പ്രസംഗങ്ങളിൽ കൂടി മാത്രമല്ല, ഇവിടെ അതിനെ സംബന്ധിച്ച് നേരത്തെ അവതരിപ്പിച്ച നമ്മുടെ ആ ചിത്രങ്ങളിലൂടെ നമുക്കത്, ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗത്ത്. മറ്റൊന്ന് സ്പിരിച്വൽ ടൂറിസം. ഗോവയെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും പോയപ്പോൾ കണ്ടൊരു കാര്യം, ദർ ഇസ് ആംപിൾ സ്കോപ്പ് ഫോർ സ്പിരിച്വൽ ടൂറിസം. സമയമില്ലാതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഉണ്ടാകാൻ പാടില്ല, ഒരു കൺസെപ്റ്റാണ്, എൻ്റെ കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ബ്രഹ്മക്ഷേത്രം ഒരു ഫുൾക്കായ പ്രതിമയോടുകൂടി ഒരു ഗ്രാമത്തിൽ കാണാൻ സാധിച്ചു. രാജസ്ഥാനിൽ ഒരെണ്ണം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ പൊതുസങ്കല്പത്തിന് വ്യത്യസ്തമായെന്ന് കാണുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പുറം ലോകം അറിഞ്ഞാൽ സാധ്യതകൾ കൂടും. ഇതുപോലെ പഴയ പള്ളികൾ ഗോവയിൽ, ആ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനെ സംബന്ധിച്ചും അവിടെ നിൽക്കുന്ന മരം പോലും ലൈറ്റനിങ്ങിനെ തടയാൻ സാധിക്കുന്നതാണ് എന്ന് ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. ഇതിനോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ സേവന സന്നദ്ധത കൊണ്ടും അതൊരു ഈശ്വരീയ കർമ്മമാണ് ഇവിടെ നടത്തുന്നതെന്നുള്ള അതുമായി ബന്ധപ്പെട്ടവരുടെ ആ വിശ്വാസത്തിൻ്റെ ബലം, എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ആ സമർപ്പണ ബോധം, അതോടൊപ്പം അത്യാധുനിക സൗകര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഓണറബിൾ മിനിസ്റ്ററോട് ചോദിച്ചതാണ്, ക്യാൻസറിൻ്റെ ഈ സൂചിയിലൂടെയുള്ള, ടെക്നിക്കലായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അതൊക്കെ ഇവിടെ വരുന്നു എന്ന് പറയുമ്പം ഇതൊരു അനന്തമായ സാധ്യതയുള്ള മറ്റൊരു മേഖലയായി ഞാൻ കാണുന്നു.
അവിടെ ദൈവത്തെ മുൻനിർത്തി ആ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഗവർണർമാരെ പരിപാടിക്ക് വിളിക്കുമ്പം ഒരു വലിയ ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. ഞാനിപ്പോൾ അതും മന്ത്രിയോട് ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാനും പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനിയും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് പ്രോഗ്രാം വരുമ്പോൾ 1 മണിക്കൂർ മതി, അങ്ങനെ പാടുള്ളൂ എന്നാ ഗവർണർമാരുടെ നിഷ്കർഷയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രൈം മിനിസ്റ്റർക്ക് അതില്ല, ഗവർണർ. പക്ഷെ ഞങ്ങളത് തുടങ്ങിക്കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷമാണ് എനിക്കും അധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബാബ തിരുമേനിക്കും അന്ന് അതിൽ പങ്കെടുക്കാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷെ എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഇന്നലെ അവിടെ പറഞ്ഞു, ഞാൻ ശ്രീധരൻപിള്ളയോടൊപ്പം പങ്കെടുക്കുന്ന 32ാമത്തെ പരിപാടിയാണ്. അത് ഓർത്ത് വെച്ച് എന്നോടുള്ള സ്നേഹം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്നെപ്പറ്റിയൊക്കെ നല്ല നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. മറ്റ് 2 തിരുമേനിമാരും 2 സഭകളുടെ ഏറ്റവും ഉന്നതന്മാരായ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ബ്ലെസ്സിങ്, എ ഡിവൈൻ ബ്ലെസ്സിങ് ഇന്ന് കിട്ടിയ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വീണയും ഞാനുമൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളെല്ലാം, ബഹുമാനപ്പെട്ട MLA എല്ലാം ചിന്തിക്കേണ്ടത്, അദ്ദേഹം ഇന്നലെ സഭാധ്യക്ഷനായിട്ട് പരമോന്നത പദവിയുള്ള അധ്യക്ഷൻ്റെ അതിനേക്കാൾ മാറി ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം, പക്ഷെ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ്റെ ഭാഷയിൽ ഇന്നലെ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മമിത്രമായ സഭാ സെക്രട്ടറിയോട് കണ്ടപ്പോൾ രാവിലെ ഇവിടെ വെച്ചത് പറയാനിടയായത്. അദ്ദേഹം പറഞ്ഞു, വാട്ട് ഈസ് പോസിറ്റീവിസം, വാട്ട് ഈസ് നെഗറ്റീവിസം. അദ്ദേഹത്തിന് അനുവദിച്ചതിനേക്കാൾ അല്പം കൂടി സമയം എടുക്കുകയും ചെയ്തു. ഞാനും എടുത്തു. തിരുവേനി എന്തായാലും സമയം എടുത്തല്ലോ, അതുകൊണ്ട് ഞാനും 10 മിനിറ്റ് 20 22 മിനിറ്റോ എടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കണക്കുണ്ട്. പോസിറ്റീവിസമാണ് അൾട്ടിമേറ്റ്ലി ജയിക്കുക. ആ പോസിറ്റീവിസം 50, 60, 70% വരെ ഉണ്ടാവും സമൂഹത്തിൽ. അതിനെ ആരാഞ്ഞെടുക്കാൻ ആർക്ക് സാധിക്കും? നെഗറ്റീവിസത്തിന് പബ്ലിസിറ്റി ഉണ്ടാവും, പക്ഷെ ആ നെഗറ്റീവിസം ദൈവികമാണോ, നെഗറ്റീവിസത്തിലാണോ ഒരു സമൂഹം പോകട്ടെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഞാൻ ഓർത്തു പോയത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ മെമ്പർ ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് വർക്ക് ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത് ഫോർ ദ സൊസൈറ്റി ഇൻക്ലൂഡിങ് പൊളിറ്റിക്സ്. ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ആചാര്യൻ, നേതാവ് ആരായിരുന്നെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഉത്തരം ഗാന്ധിജി എന്നാണ്. ബട്ട് ഷി വാസ് നോട്ട് എ മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. ലോകനായകൻ ജയപ്രകാശ് നാരായൺ 48 അദ്ദേഹത്തോട് നെഹ്റുജി വിളിച്ചു, യു കം ആൻഡ് ജോയിൻ വിത്ത് മൈ മിനിസ്ട്രി. അതേ പറഞ്ഞു, ഒരു ലെറ്റർ എഴുതി. എന്നിട്ട് അതിൽ പറഞ്ഞു, യു വിൽ ബി ദ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നെഹ്റുജി ജയപ്രകാശ് നാരായണന് എഴുതിയ കത്താണ്. അദ്ദേഹത്തിൻ്റെ മറുപടിയും ഇതുപോലെ തന്നെയായിരുന്നു, ഐ വാണ്ട് ടു സെർവ് ദ പീപ്പിൾ ബട്ട് ഐ ഡോണ്ട് വാണ്ട് എനി പോസ്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട MLAയും ശ്രീധരൻപിള്ളയും വീണ ജോർജും എല്ലാം ചിന്തിക്കേണ്ടത്, അധികാരം ഹൂ ഈസ് സുപ്രീം ഇൻ ഇന്ത്യൻ സിസ്റ്റം. ഞാനൊരു ഭരണഘടനയിൽ ഒരു വകുപ്പ് മാത്രം പറയാം, സമയക്കുറവാണ്, അവരുടെ ഒരുപാട് പറയേണ്ട വിഷയമാണ്. 395 ലാസ്റ്റ് പ്രൊവിഷൻ അതിൽ എഴുതി ചേർത്തെന്ന് നിയമജ്ഞനായ MLAയ്ക്കും എനിക്കുമെല്ലാം അറിയാം. ഒരു നിയമം റദ്ദു ചെയ്താൽ അതോടനുബന്ധിച്ചുണ്ടാകുന്ന റൂൾസും നോട്ടിഫിക്കേഷൻസും എല്ലാം പോകുമെന്നാണ് നമ്മുടെ രാജ്യത്തെ ആംഗ്ലോ സക്സൺ നിയമത്തിൻ്റെ അടിത്തറ. പക്ഷേ എന്നിട്ടും 395 വകുപ്പ് ആരും ചർച്ച ചെയ്യാത്തതാണ്. ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്ത്യക്ക് പരമാധികാരം ലഭിച്ചുകൊണ്ടുള്ള, സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെയാണ്. ദാറ്റ് സ്റ്റാറ്റ്യൂട്ട് അതിനെ റിപ്പീൽ ചെയ്തിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു. നിയമപരമായി വലിയ പ്രത്യാഘാതമുള്ള ഒന്നാണെങ്കിലും അന്നത് ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഗിഫ്റ്റായി
ദാനമായി മാറുമായിരുന്നു. അപ്പോൾ അവർ ആലോചിച്ചു, പിന്നെ ആരായി ഭരണഘടന എങ്ങനെ ഉണ്ടാവണം? അവിടെയാണ് വി ദ പീപ്പിൾ എന്ന് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ തുടക്കത്തിൽ എഴുതി ചേർക്കാൻ ഇടയായത് ആ സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോട് എല്ലാവരും ചോദിക്കും, ഞാൻ ഈ പ്രോട്ടോക്കോളിൽ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഗ്രാമങ്ങളിൽ പോന്നു, രാജ്ഭവനിലേക്ക് എല്ലാവർക്കും വരാം. കാരണം ഇത് കുറച്ച് ദിവസത്തേക്ക് പദവി ഉണ്ടാവും, പദവി ഇല്ലാതായാലോ, പദവി ഇല്ലാതെ ജീവിക്കുക. അപ്പം നമ്മൾ ആരാണ് സുപ്രീം? ഗവർണറായാലും മന്ത്രിയായാലും MLA ആയാലും വി ആർ ദ സെർവൻസ് ഓഫ് ദ പീപ്പിൾ. ഈ ഒരു അർത്ഥത്തിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, ഒരു ഫിലോസഫർ, അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഞാൻ അതിവിടെ പറഞ്ഞുകൊണ്ട് തന്നെ, ഈ ആശുപത്രിയിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. പൗലോസ് തൃതീയൻ തിരുമേനിയുടെ ചികിത്സ സംബന്ധിച്ച് നടക്കുമ്പം ഞാൻ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ആരെയും വിസിറ്റേഴ്സ് കണ്ടില്ലെങ്കിലും എന്നോട് വരാൻ പറയുമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അറിയാനായിട്ട് ഒരു 4-5 തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം അന്ന് നോട്ട് ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പം വളരെ അദ്ദേഹം പിശുക്കിയാണ് വാക്കുകൾ ഉപയോഗിച്ചതെങ്കിലും അദ്ദേഹം ആരൊക്കെയോ അമേരിക്കയിൽ പോയി ചികിത്സിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ചികിത്സാ പദ്ധതിയൊക്കെ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ ചികിത്സ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം ഈ ഹോസ്പിറ്റലിനെ അദ്ദേഹം എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, എത്രമാത്രം അതിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ ഒരു തിലകക്കുറിയായി ഈ ആശുപത്രി മാറുന്നു. അത് പൊതുസമൂഹത്തിൻ്റെ കൂടിയായി മാറുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. വീണ ജോർജ് ഇവിടെ പറയുകയുണ്ടായി, അത് പിന്നെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ പ്രസംഗത്തിൽ വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൊരുൾ അതാണ്, യഥാർത്ഥ ആത്മീയ ജീവിതത്തിൻ്റെ പൊരുൾ അതാണ്. ആ പൊരുൾ മുൻനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു വാക്ക്, എന്നോടിപ്പം ബൈറ്റ് തരണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ബൈറ്റിനില്ല എന്ന് പറഞ്ഞാണ് ഇവിടേക്ക് കയറിയത്. ഇന്നലെ ഞാൻ ആലങ്ങാട് അവിടെ മാർ ബോസ് പുത്തൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബിഷപ്പിനെ നിശ്ചയിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാനിടയായി. 2 വ്യൂസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എഴുതിയതാണ് വർത്തമാന പുസ്തകം എന്നുള്ളത്. അവർ 2 പേരും കൂടെ യാത്ര ചെയ്താണ് അവിടെ വന്നത്. ഗോവയിൽ അദ്ദേഹം ദൈവത്തിലേക്ക് ലയിച്ചു. വർത്തമാന പുസ്തകത്തിൻ്റെ കത്തനാറ് അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അവരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി. പക്ഷെ എനിക്കൊരു വലിയ സന്തോഷമുള്ളത്, ഉദയംപേരൂർ സുന്നകദോസിന് മുമ്പ് ഉണ്ടായിരുന്ന ദേവാലയങ്ങളിൽ, ക്രിസ്ത്യ ദേവാലയങ്ങളിൽ അപൂർവം ഒന്നാണതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അവിടെ പോകാനിടയായത്. ഈ പറഞ്ഞ പോലെ അവിടെയും മീറ്റിംഗ് ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടുപോയിരുന്നു. അത് ഞാനൊരു വാക്ക് പറഞ്ഞു, അതായത് എല്ലാ ചാനലുകളും അതേ പറയുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ജനസംഖ്യാനുപാതികമായി പറഞ്ഞതല്ല, ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം 35% ലിബറേഷൻ സമയത്ത് കത്തോലിക്ക സമുദായമാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേ അടുത്ത കാലത്ത് ഞാൻ ലേഖനം വായിച്ചു, 26% അത് ചുരുങ്ങി, അതിലും താഴെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾ എന്നെ കാണാൻ വരും, മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, ബിഷപ്പുമാർ വരും. അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു, ഇത് സംഖ്യ ഏത് മതത്തിൻ്റെതാണ്, പിന്നെ കൂടിയൊരു സംഖ്യയുള്ള മതം ചെറിയ നിന്നിപ്പോൾ 10-12% ആയി എന്ന് പറയുന്നു. അത് പറയാൻ കാരണം അവിടുത്തെ ആളുകളുടെ വിശ്വാസം പുറം നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രചരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അത് ബ്രെയിൻ ഡ്രെയിനാണ് എന്നാണ് എൻ്റെ ഒരു കാരണം ഞാൻ കാണുന്നത്. അതിനെപ്പറ്റിയാണ് ഇന്നലെ അവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ ഒരു മതം വളരെ വളരുകയും
മറ്റേ മരം താഴോട്ട് പോവുകയും ചെയ്തുവെന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നത് ഒരു വാക്ക് ഈ പശ്ചാത്തലമാണ് എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഗവർണറുടെ ജോലി മറുപടി പറയലല്ല. അത്തരം കാര്യങ്ങളൊന്നും ഗവർണർ മറുപടി പറയാനും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ സംശയമുള്ളതുകൊണ്ട് ഇവിടെ വന്ന ചാനൽ സുഹൃത്തുക്കളോട് ഞാൻ അതിനുവേണ്ടി ബൈറ്റിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഈ പശ്ചാത്തലമാണ്. ഒരു സമൂഹ ജീവിതത്തിൽ സമീകൃതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, ഗവർണറല്ല, സാമൂഹ്യ തലത്തിൽ അത് ചിന്തിക്കേണ്ടതാണ്. ഇതിനെ ഇംബാലൻസ്ഡ് ഗ്രോത്ത്, ആ ഗ്രോത്തിലും ബ്രെയിൻ ഡ്രെയിനിലുമൊക്കെ കൂടുതൽ ചർച്ച ഉണ്ടാകണമെന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണത് പറഞ്ഞത്. അത് പറഞ്ഞത് ഈ ദേവാലയത്തിലെ ഈ മാർ ബോസ്കോ പുത്തൂർ, അദ്ദേഹം ഗോവയിൽ വെച്ചാണ് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയത്. ഇല്ല, അദ്ദേഹം തിരിച്ചിവിടെ വന്ന് പോർച്ചുഗീസ് രാജ്ഞിയുടെ അപ്പോയിൻമെൻറ്റോ അതല്ല മാർപ്പപ്പയുടെ അപ്പോയിൻമെൻറ്റോ, ഇത് രണ്ടിലേത് ശരിയെന്നുള്ള തർക്കത്തെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായ ഒരാളാണ്. പക്ഷെ അതല്ല പ്രശ്നം. ആ പ്രശ്നത്തിലേക്കേ അല്ല ഞാൻ പോയിട്ടുള്ളത്. മറിച്ച് ഗോവയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ശവമടക്കിയ സ്ഥലത്ത് നിന്നും 1961 ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നത് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ടും എനിക്കറിയാം. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. സംശയമുള്ള മാധ്യമ സുഹൃത്തുക്കൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അജ്ഞത ഉള്ള ആളുകൾ എന്ത് പ്രചരിപ്പിച്ചാലും അതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോട് നിഷേധിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി എല്ലാവരെയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ അവസരം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എല്ലാവർക്കും നന്മ നേരുന്നു.